സർ കലാക്ഷേത്ര എന്ന് പുറത്ത് വന്നതിന് ശേഷം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിങ്ങളുടെ ഈ ഡാൻസ് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിന് മുമ്പ് പറയൂ സർ, ആ സ്ട്രഗിൾ എന്തായിരുന്നു? ഭരത കലാഞ്ജലി 1968 ഞങ്ങൾ സ്ഥാപിച്ചത്. അത് കലാക്ഷേത്രത്തിൽ നിന്ന് വന്നിട്ട് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെച്ചാൽ പെട്ടെന്ന് ഈ കലയിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന കാരണം അപ്പോൾ ക്ലറിക്കലായിട്ടൊരു ജോബ് എടുത്തു. വൈകുന്നേരം വരെ അവിടെ നിന്നതിന് ശേഷം പിന്നീട് വന്ന് ഉടനെ ക്ലാസ് പ്രാക്ടീസ് ചെയ്യലും പിന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കലും. അപ്പോൾ അങ്ങനെ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നതിലാണ് തുടങ്ങിയത്. അങ്ങനെ സമയത്തായിരുന്നു എനിക്കൊരു കുട്ടി ഉണ്ടായത്. അപ്പോൾ അതിൻ്റെയും ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. മൂത്ത മകൻ ജനിച്ച സമയമായിരുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് സാമ്പത്തികമായിട്ട് വളരെ വിഷമം തന്നെയായിരുന്നു. എനിക്ക് പിന്നെ വേറെ സമ്പത്തൊന്നുമില്ല, വീട്ടിലോ ആരും ഹെൽപ്പ്. മോറലായിട്ട് ശാന്തയുടെ പേരൻസ് മോറലായിട്ട് ഹെൽപ്പ് ചെയ്യും, എന്നല്ലാണ്ട് ഫിനാൻഷ്യലായിട്ട് ഫുള്ളായിട്ട് അവർക്കും ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നില്ല. അവരും റിട്ടയർഡായിട്ട് ഏകദേശം വരുന്ന കാലമായിരുന്നു അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചില ഹോട്ടലിലെ പ്രോഗ്രാംസ്, കൾച്ചറൽ പ്രോഗ്രാം, അതെ കുറേ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിലൊക്കെ ഡാൻസ് പ്രോഗ്രാം ഞാൻ അക്സെപ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നല്ലോണം അതിൽ നിന്ന് കാശ് കിട്ടുമായിരുന്നു കോൺഫറൻസസിനൊക്കെ. അപ്പോൾ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കലാക്ഷേത്രത്തിൽ തന്നെ എല്ലാവരും പറയാൻ തുടങ്ങി, ചാനഞ്ചിയൻ കലാക്ഷേത്രം വിട്ട ഉടനെ ഇവിടെ ഹോട്ടലിൽ ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ ഹോട്ടൽ ഡാൻസ് പറഞ്ഞൊരു ഇതായിട്ട്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല ഹോട്ടലിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് കലാക്ഷേത്രമാർ തന്നെയാണ് ചെയ്തത്. പക്ഷെ അത് എല്ലാവരും വന്ന് കാണില്ലല്ലോ, ടൂറിസ്റ്റൊക്കെ കാണുന്നത്. അപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, MS സുബ്ബലക്ഷ്മി അമ്മയ്ക്ക് ഒരു കല്യാണത്തിൽ പാട്ട് കച്ചേരി ചെയ്യുകയാണെങ്കിൽ ധനഞ്ജയനും ഭരതനാട്യം കല്യാണത്തിൽ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ എല്ലാവരും വായി മൂടും. കാരണം അങ്ങനെയാണ്, പാട്ട് കച്ചേരിയാവും, ഡാൻസ് ചെയ്താൽ എന്തായാലും തെറ്റുള്ളതെന്നുള്ള. അപ്പം അങ്ങനെ പല ക്രിറ്റിസിസവും ഫേസ് ചെയ്തു. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ കലാക്ഷേത്രത്തിൽ വിട്ടതിന് ശേഷം ഞങ്ങളായിട്ട് സ്വന്തം ചില ഞങ്ങളുടെ സൃഷ്ടികൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതും ക്രിറ്റിസിസം ഉണ്ടായിരുന്നു, അതിന് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കലാക്ഷേത്രത്തിൽ വിട്ട ഉടനെ ധനഞ്ജയൻ വേറെ വിധമായിട്ടുള്ള ഡാൻസൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾ വേറെ ആയിട്ടൊന്നും പോയിട്ടില്ല. എങ്കിലും ആ പരിധിയിൽ തന്നെ അവരവരുടേതായിട്ട് ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവണമല്ലോ. അതുകൊണ്ടായിരിക്കും സാർ അങ്ങനെ ഒരു ചെറിയ ഒരു ഡീവിയേഷൻ ഫ്രം കലാക്ഷേത്ര ചെയ്ത്. പക്ഷെ അതുകൊണ്ട് നന്നായിരുന്നു. കാരണം ഞങ്ങളിപ്പം ഇന്നത്തെ ഭരതനാട്യം സീൻ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് വളരെ മുന്നോടിയായിരുന്നു. പല പുതിയ സംരംഭങ്ങളും ഞങ്ങൾ അതിലേക്ക് ഉൾക്കൊള്ളിച്ച് മറ്റുള്ളവർക്ക് പിൻപറ്റാനുള്ള സാധ്യതകൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. വളരെ ധൈര്യത്തിൽ ചില പുതിയ ഞങ്ങൾ രണ്ടും കൂടി യുഗ്മ നൃത്തങ്ങൾ ചെയ്തു. പിന്നെ സമകാലീനമായിട്ടുള്ള കോമ്പോസിഷൻസ് എടുത്ത് ചെയ്യാൻ തുടങ്ങി. മുമ്പൊക്കെ പഴയത് മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ സമകാലീനമായിട്ട് മാത്രമല്ല, പുതിയ കോമ്പോസിഷൻസ്, പുതിയ ലൈക്ക് കോണ്ടംപററി കമ്പോസേഴ്സ് ഉണ്ടല്ലോ, അവരുടെ പാട്ടുകൾ എടുത്ത്, അത് പെരിയസ്വാമി തൂറാൻ, പിന്നെ തൊരയൂർ രാജഗോപാല ശർമ്മ, ഇവൻ പാപനാശൻ ശിവൻ, അവർക്ക് കോണ്ടംപററി ആയിരുന്നു. അപ്പോൾ അതൊക്കെ അന്നത്തെ ചെയ്തിരുന്നില്ല, അന്നത്തെ കാലത്ത് കലാക്ഷേത്രത്തിൽ കൂടെ ചെയ്തിരുന്നില്ല. അതെല്ലാം പഴയ മാത്രമേ എടുക്കുള്ളൂ. ഗീത ഗോവിന്ദം, പിന്നെ ക്ഷേത്രയ്യ പദം, അങ്ങനെയൊക്കെ മാത്രമേ എടുത്തിരുന്നുള്ളൂ. ഞങ്ങളതൊക്കെ മാറ്റി. പിന്നെ അപ്പോൾ ബാലമുരളി അന്ന് അദ്ദേഹം വലിയ ഇതാണെങ്കിലും കോൺട്രവേഴ്ഷ്യൽ പേഴ്സൺ ആയിരുന്നു. അയാളുടെ കോമ്പസിഷൻസ് ആരും അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തില്ല. ഞങ്ങൾ വളരെ ബോൾഡായിട്ട് അയാളുടെ തില്ലാനകളൊക്കെ എടുത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യം വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടതിന് ശേഷം എല്ലാവർക്കും ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ബാലമുരളിയുടെ അപ്പോൾ ബാലമുരളിയുടെ കോമ്പസിഷന് പേര് വരാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർ അയാളുടെ പിന്നെയും അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. പിന്നെ ഭരതനാട്യം റെപ്പർട്ടറിൽ തന്നെ ചില വ്യത്യാസങ്ങൾ ചെയ്തു. ഈ ആദ്യം അലാരിപൂ തൊട്ട് തില്ലാന എന്നുള്ളൊരു ഫോർമാറ്റായിരുന്നു, അത് ആരും വിട്ടിരുന്നില്ല. ഞങ്ങൾ പുതിയൊരു ഇത് ചെയ്തു, നാട്യാഞ്ജലി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഐറ്റം. അത് അതിലെ ഭരതനാട്യത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും ഉൾക്കൊണ്ട് പുതുമയോട് കൂടിയിട്ട് രണ്ടാളും ചെയ്യുന്ന സമയത്ത് അത് എല്ലാവർക്കും വളരെ രസം. ഇങ്ങനെ ചെയ്യാലോ, ഭരതനാട്യത്തിൽ നമ്മളും ചെയ്യാലോ, അങ്ങനെയായി. അപ്പോൾ നൃത്തസ്വരാവലി. പിന്നെ ഈ ഒരു സാധാരണയായിട്ട് ഭരതനാട്യത്തിൽ പിന്നെ ഈ സംഭോഗ ശൃംഗാരം എപ്പോഴും ഈ ഒരു പെണ്ണ് ദൈവത്തിന് അതായിരുന്നു എപ്പോഴും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഭക്തി ഓറിയൻറ്റഡ് ആയിട്ടുള്ള തീംസ് എടുത്ത് രണ്ടുപേരും ചെയ്യുന്ന കാരണം ഞങ്ങൾക്ക് അതിന്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് വന്നില്ലേ അമ്മയ്ക്ക്? കുട്ടികൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ചെയ്തിരുന്നു. എനിക്ക് കുട്ടികളുള്ള കാരണം എനിക്ക് ഗ്യാപ്പ് വന്നിട്ടില്ല. വീട്ടിൽ അമ്മയും അച്ഛനും സപ്പോർട്ടിനുണ്ടായിരുന്നു, കുട്ടികളെ നോക്കാനോ.
ധരിക്കുന്നത് ആ സമയത്ത് മാത്രം. പക്ഷെ ഞാൻ അപ്പൊ കൂടി ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഞാൻ 5 മാസം വരെ ഞാൻ ചെയ്തിരുന്നു കുട്ടികൾ, 5th month പ്രഗ്നൻസി വരെ ചെയ്തിരുന്നു. ഇൻഫാക്ട് ഞാൻ മൂത്ത മകനെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ശകുന്തളയായിട്ട് ചെയ്തിരുന്ന ഒരു ഘട്ടമായിരുന്നു കലാക്ഷേത്രത്തിൽ. ആൻഡ് അക്കോർഡിംഗ് ടു ദ സ്റ്റോറി ഷീസ് പ്രഗ്നന്റ്. അതെ, എന്നിട്ട് പോയി ദുഷ്യന്തനെ ആദ്യം അതേ സമയത്ത് ഐ വാസ് എക്സാക്ട്ലി 4 months പ്രഗ്നന്റ്. ഇറ്റ് വാസ് സോ ഫണി. ഞാൻ കുറെ കാലം ചെയ്തിരുന്നു, 4-5 മാസം അവസാനം ചെയ്തില്ല എന്നല്ലാതെ കണ്ടിന്യൂ ചെയ്തിരുന്നു. രണ്ടുപേരും ചെയ്തത് കൊണ്ട് അങ്ങനെ ഒരു വേറെ ഒരു ഇതിലേക്ക് പോകാനുള്ള അങ്ങനെ കൊറിയോഗ്രാഫിക്കലായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേരും ഇണഞ്ഞ് ചെയ്യാനുള്ള ചില ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കി. നൃത്ത സ്വരാവലി എന്നൊന്ന് ചെയ്തുണ്ടാക്കി. അപ്പം അത് രണ്ടുപേർ ചെയ്യുമ്പോൾ യുഗ്മ നൃത്തം എന്ന് പറയില്ലേ, രണ്ടുപേരായി ചെയ്യുമ്പോൾ അതിനൊരു ഭംഗിയുണ്ടല്ലോ. അത് ചിലപ്പോൾ ഒന്നിച്ച് ചെയ്യും, ചിലപ്പോൾ വ്യത്യാസമായി ചെയ്യണം. അങ്ങനെയുള്ള ഐഡിയാസ് വെച്ചിട്ട് ചിലത് ചെയ്തു. അതേപോലെ വർണ്ണം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഐറ്റം ഉണ്ട്, കേട്ടിട്ടില്ലേ? അത് വർണ്ണം ഇസ് ആക്ച്വലി മ്യൂസിക്കൽ ടേം ആണത്. നാട്യത്തിൽ വർണ്ണം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്, പാട്ടിൽ വർണ്ണം എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. അത് ഒരു വാം അപ്പ് എക്സസൈസ് മാതിരിയാണ് പാടുന്നത്. പക്ഷെ അതേ വർണ്ണം നാട്യത്തിൽ ചെയ്യുമ്പോൾ ടേക്സ് ദ മെയിൻ പ്ലേസ്. അപ്പോൾ ഇവർ വിചാരിച്ചു ആ വർണ്ണം എന്നുള്ള വാക്കിനെ, ആ വേർഡിനെ മാറ്റിയിട്ട് നൃത്യോപഹാരം എന്ന് വെച്ചു. നൃത്യത്തിന്റെ ഉപഹാരം, ഓഫറിംഗ് ഓഫ് നൃത്യ വിച്ച് ഇസ് മൈം ആൻഡ് ഡാൻസ്. അങ്ങനെ അപ്പോൾ അതിലെല്ലാം അടങ്ങി. നമ്മൾ ചെയ്യുന്ന വർണ്ണത്തില് നൃത്യമാണ്, അതില് പ്യൂർ ഡാൻസ്, നൃത്തം ആൻഡ് അഭിനയം മൂന്നും ഒന്നിച്ച് ചേർന്നിട്ടുള്ള മാതിരിയാണ്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റും കുറച്ച് മാറ്റി, അതിൽ കുറച്ച് നല്ലോണം സ്റ്റോറീസ് ചെയ്യാൻ എക്സ്റ്റംപോറായിട്ട് ചെയ്ത് ഫലിപ്പിക്കാനുള്ള ഒരു ഘടകങ്ങൾ അതിലുണ്ടാക്കി. പിന്നെ സ്വരങ്ങളിൽ കൂടി ചില കഥകൾ, അതിൽ ചിട്ടസ്വരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വർണ്ണത്തിൽ. ആ ചിട്ടസ്വരങ്ങളൊക്കെ കഥാ മാതിരി ചെയ്ത് വെറും പ്യൂർ ഡാൻസ് ആയിട്ട് അല്ലാതെ തീമാറ്റിക് ആയിട്ട് കൊണ്ടുവന്ന് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്ത് പുതുമകൾ പലതും ഭരതനാട്യത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ പുതിയ ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. വർക്ക്ഷോപ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? ഞങ്ങള് വർക്ക്ഷോപ്പ് അല്ല, ഗുരുകുലമായിട്ട് അമേരിക്കയിൽ ഒരു നല്ലൊരു ഗുരുകുലം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ 18 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ എല്ലാ കുട്ടികളും അവിടെ വരും. എല്ലാ ഇന്ത്യൻ ആയാലും ശരി, എല്ലാ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വന്നിട്ട് അവിടെ ഒരു ആശ്രമം, സച്ചിദാനന്ദ ആശ്രമം. സച്ചിദാനന്ദ സ്വാമി 2 കൊല്ലം മുമ്പേ മരിച്ചുപോയി. പക്ഷെ ആശ്രമം നന്നായിട്ട് നടക്കുന്നുണ്ട്. അവരാണത് സ്പോൺസർ ചെയ്ത് നടത്തുന്നത്. അത് വളരെ സക്സസ്ഫുൾ ആണ്. ഞങ്ങളത് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തതുകൊണ്ട് അമേരിക്കൻ കോണ്ടിനെന്റിൽ തന്നെ ഇതൊരു നല്ലൊരു പ്രചോദനമാണ്. കാരണം ഒരു സ്റ്റാൻഡേർഡ് ഉയരാൻ വേണ്ടിയിട്ട് പല കുട്ടികളും വരുന്നത് കൊണ്ട് ഞങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് അവിടെ പഠിപ്പിക്കുന്നതുകൊണ്ട് അവർ തിരിച്ചു പോയാൽ അവരുടെ ഗുരുക്കന്മാർക്കും അവരുടെ ചങ്ങാതിമാർക്കും ഇതിൻ്റെ ഞങ്ങളുടെ പഠിപ്പിക്കുന്ന അങ്ങനെ അതുകൊണ്ട് അമേരിക്കയിൽ തന്നെ ഈ ഭരതനാട്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്താനുള്ള ഒരു കഴിവ് വന്നിട്ടുണ്ട്.